السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ വന്നുപോയി. അല്ലാഹുവേ നീ പുറത്തു മാപ്പ് നൽകണമല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്ത് നൽകണമല്ലോ. ജീവിത വിജയികൾ ഞങ്ങളെ നീ ചേർക്കണേ അല്ലോ. മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾക്ക് പല മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മജ്‌ലിസിന്റെ കമന്റ് സെക്ഷനിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്, വാട്സപ്പിലേക്ക് ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്, നേരിൽ കണ്ടും വിളിച്ചും ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്. അല്ലാഹുവേ അവരെ സകല ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണമല്ലോ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണമല്ലോ. നീ പൊണീച്ചു കൊടുക്കണമല്ലോ. ഈ മജ്‌ലിസിനെ ഹൃദയത്തോട് വെച്ചിട്ടം വെക്കുന്നവര്, ഈ മജ്‌ലിസിന്റെ മുഹിബ്ബീങ്ങള്, ഈ മജ്‌ലിസിന്റെ ഹാദിമീങ്ങള്, അല്ലാഹുവേ ആരെയും നീ കയക്കല്ല റബ്ബേ. അവർക്ക് പരാജയങ്ങൾ കൊടുക്കല്ലോ, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലോ. അല്ലാഹുവേ അവരെ ഞങ്ങളെ നീ നിന്റെ സുഖലോക സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണല്ലോ. ഒരുമിപ്പിക്കണേ തമ്പുരാനെ. മജ്‌ലിസിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ ഇന്ന് ഖബറിലാണ്. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഈ മജ്‌ലിസിൽ ഇരുന്നവര്, ദിക്ർ ചൊല്ലിയവര്, സ്വലാത്തുകൾ ചൊല്ലിയവര്, നമ്മുടെ ദുആക്ക് ആമീൻ പറഞ്ഞവര് ഇന്ന് 6 അടി മണ്ണിലാണ്. അല്ലാഹുവേ അവരുടെ ഖബറിടം നീ വിശാലമാക്കണം. സ്വർഗ സന്തോഷപൂരിതമാക്കണമല്ലോ. നിങ്ങൾ ചൊല്ലുന്നതിന്റെയും പറയുന്നതിന്റെയും അല്ലാഹുവേ ഓതുന്നതിന്റെയും ഇതിൽ സവാബ് അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണമല്ലോ. ഖബർ പ്രകാശിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ്. അല്ലാഹുവേ നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫയേകണമല്ലോ. പരിപൂർണ ശിഫയേകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ കടത്തിൽ പ്രയാസപ്പെടുന്നവർ, തങ്ങളെ ഇത്ര ഇന്നാലിന്റെ കടമുണ്ട്, ലക്ഷക്കണക്കിന് കടണ്ട്, കോടിക്കണക്കിന് കടണ്ട്, ആയിരങ്ങൾ കടണ്ട്, 10,000 കടണ്ട്.
നിങ്ങളെ ദുആ ചെയ്യണേ. അല്ലാഹുവേ ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ. കടന്നു ഞങ്ങളെ നീ മൗത്താക്കല്ല അല്ലാഹ്, നീ മൗത്താക്കല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ, പ്രയാസങ്ങളുള്ളവര്, മജ്ലിസിൽ ഇരിക്കുന്നവര്, ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര്, കുറച്ച് ദിവസം ആഴ്ചകള് നമ്മളെ മജ്ലിസില്ല. ഞാൻ വിദേശത്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. 2-3 ദിവസമായി എത്തിയിട്ടും ഓരോ ചുറ്റുപാടുകളിൽ, ഓരോ പരിപാടികളിൽ സമയം കിട്ടിയില്ല. അപ്പോഴും ഈ മജ്ലിസിലേക്ക് വിളിക്കുന്നവരുണ്ട്. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ഈ മജ്ലിസിലൊന്ന് പങ്കെടുക്കണമെന്ന നിയ്യത്തോടുകൂടി വിളിച്ച് അന്വേഷിക്കുന്നവര്, ഞങ്ങളെ മജ്ലിസില്ലല്ലോ, ഞങ്ങൾ എത്തിയിട്ടില്ലേ, എന്താണ് പ്രയാസം എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നവർ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും അവർ നീ കൊയക്കല്ല റബ്ബേ, കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല തമ്പുരാനെ. ഈ മജ്ലിസിന് ഇഷ്ടം വെക്കുന്നവരെ നീ ഇഷ്ടം വെക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. നമ്മളെ പോയി മജ്ലിസ് തുടങ്ങുമ്പോൾ നമ്മളെ മജ്ലിസിന് ഇഷ്ടം വെക്കുന്നവർ, മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾക്ക്, മജ്ലിസിലേക്ക് ദുആ വസിയത്തുകൾ അറിയിച്ചവർക്ക്, അവർക്ക് വേണ്ടിയാണ് ദുആ. അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടേ നമ്മളെ മജ്ലിസ് നമ്മൾ തുടങ്ങാറുള്ളൂ, അല്ലേ? എല്ലാവർക്കും അറിയുന്നത് എന്തിനു വേണ്ടിയാണ് അവർക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ ദിവസം അവർക്ക് ദുആ ചെയ്യുന്നത് എന്തിനാണ്? ദുആ ചെയ്യുന്നത് എന്തിനാണ്? മുഅ്മിനീങ്ങളെ, ദിവസങ്ങളുടെ പോരിശ കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ, ആമീൻ പറയുന്നവരുടെ പോരിശയുണ്ട്. നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ അത് പോരന്. മുഅ്മിനീങ്ങളെ, പവിത്രമാക്കപ്പെട്ട ദിവസങ്ങൾ, രാവുകൾ നമ്മളിലേക്ക് ഇങ്ങനെ വരികയാണ്. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട പോരിശയേറിയ പവിത്രമാക്കപ്പെട്ട റമദാൻ മാസം വർണ്ണിക്കാൻ വാക്കുകളിൽ. ഇത്രയും മഹത്വമേറിയ പരിശുദ്ധ റമദാനാണ് നമ്മളിലേക്ക് ഇങ്ങനെ അടുത്ത് വരുന്നത്. നമ്മൾ നിലകൊള്ളുന്നതോ പവിത്രമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൽ, ശഅബാനിന്റെ 15ാമത്തെ പകലിലാണ്. ഇന്നലത്തെ രാവ് എല്ലാവരും അത് മുതലാക്കി, അല്ലേ? രാവ് എല്ലാവരും മുതലാക്കി. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഈ പവിത്രമാക്കപ്പെട്ട റമദാനിലെ, ഈ ശഅബാനിലെ നിസ്ഫ്, അതായത് പകുതിയെ പറ്റി മുത്തുനബി പറഞ്ഞത് എന്താണ്? മുത്തുനബി പറഞ്ഞതായി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഇദാ കാനത്ത് ലൈലത്തുൽ നിസ്ഫിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതി എത്തിക്കഴിഞ്ഞാൽ, വഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ, വഖൂമൂ ലൈലഹാ, അതിന്റെ രാത്രിയിൽ നിങ്ങൾ ധാരാളമായി ഇബാദത്ത് ചെയ്യണേ, ദിക്റുകൾ അധികരിപ്പിക്കണേ, സ്വലാത്തുകൾ ചൊല്ലണേ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ പാരായണം നിങ്ങൾ മറന്നു പോകല്ലേ. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ നിങ്ങൾ മറന്നു പോകല്ലേ. വസൂമൂ നഹാറഹാ, ഇന്നത്തെ പകല്, ഇതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ. ഈ ഹദീസിനെ ഞങ്ങൾക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമലെടുക്കാൻ പറ്റുമോ എന്ന് ഇമാം റംല റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഇബാദത്ത് എടുക്കാം, നിങ്ങൾ അന്നത്തെ പകലിൽ നോമ്പനുഷ്ഠിച്ചോളൂ. പറഞ്ഞതാണ്, അലിയാർ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ പകൽ വലിയ ശ്രേഷ്ഠതയുണ്ട്. നോമ്പിന് വലിയ ശ്രേഷ്ഠതയുള്ള പകലാണ് മുഅ്മിനീങ്ങളെ ഇന്നത്തെ പകല്. എല്ലാവരും നോമ്പുകാരാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഓരോരോ സൽക്രമങ്ങളും, ഇനിയുള്ള രാവുകളിൽ, ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ അമലുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പവിത്രമാക്കപ്പെട്ട ദിവസം,
പവിത്രമാക്കപ്പെട്ട രാവുകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. എല്ലാവരും ഇബാദത്തുമായിട്ട് മുന്നോട്ട് പോകാം. നനച്ചുളി എല്ലായിടത്തും എന്താണ് ഒരു നാട്ടുനടപ്പായിട്ട് നടന്നു വരുന്നതാണ് നനച്ചുളി. വീടിന്റെ ഓടെടുത്ത് കഴുകിയിട്ട് വെക്കുക. ഓട് വീടുള്ളവര് മറ്റുള്ള വീടുകളിലൊക്കെ അടിച്ചു മാറി മാറാല തട്ടി, പിന്നെയോ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകി വെച്ച്, അലമാറകൾ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് അടുക്കി വെച്ച്, വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരച്ച് കുളിക്കും അല്ലെ, ഒരച്ചണ്ട് കുളിക്കും. പാത്രമായാലും എവിടെയായാലും ഒരച്ചണ്ട് കുളിക്കും. പണ്ടൊക്കെ പാറോത്തിന്റെ ഇലക്കെ, മലപ്പുറം ഭാഗത്തുള്ളവർക്ക്, മലബാർ ദേശത്തുള്ളവർക്ക് അറിയാം, പാറോത്തിന്റെ ഇലക്കെ ഇട്ടിട്ട് ഒരച്ചിരുന്നു വീടും പരിസരമൊക്കെ. അതേപോലെ എന്തിനാണ് നമ്മൾ ഒരക്കണത്? ചളി നീങ്ങാൻ. ഒരു വർഷത്തെ ആ മതിലുമലും ടൈൽസിലും പാത്രത്തിലും പ്ലേറ്റിലും എല്ലാത്തിലുമായ ഡ്രസ്സിലൊക്കെ ആയ ആ മാലിന്യം കളയാനാണ് നമ്മൾ നനച്ചൊളിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മളെ ഹൃദയങ്ങൾ മാലിന്യം ഉണ്ടല്ലോ, അത് നമ്മൾ എന്താ ചെയ്യും? അത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എൻ്റെ മുത്തമ്മിനീങ്ങളെ പോയി മജ്‌ലിസിൽ പറയുന്നത് പോലെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്ക്. പവിത്രമാക്കപ്പെട്ട റമളാനിനെ വരവേൽക്ക്. ഹൃദയങ്ങളെ നീ കൈകൾ ശുദ്ധീകരിക്ക്. എന്നിട്ട് നിന്റെ വീടും പരിസരവും ശുദ്ധീകരിക്ക്. ധാരാളം ആളുകളെ പറ്റി ഗീബത്ത്, നമീമത്ത് പറഞ്ഞിട്ടുണ്ടാകും ഇല്ലേ? പരദൂഷണം പറഞ്ഞിട്ടുണ്ടാകും. അവനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അവനോട് പോയി പൊരുത്തപ്പെടിപ്പിക്കുക. അത് തൗബ ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. വ്യക്തികൾ തമ്മിലുള്ള പ്രയാസമാണ്. അത് സ്വന്തമായിട്ട് അത് തിരുത്തണം. കടം അതൻ തന്നെ, കടം വാങ്ങിയിട്ടുണ്ട്, തൗബ ചെയ്താൽ സ്വീകരിക്കും അല്ലാഹു? ഇല്ല. അത് വ്യക്തിയുമായിട്ടുള്ള പ്രയാസാണ്, വിഷയമാണ്. അങ്ങോട്ടും തീർക്കണം. അതുകൊണ്ട് എല്ലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങി തയ്യാറായിക്കും. വീട് പരിസരമാണെങ്കിലും നമ്മളെ ഹൃദയമാണെങ്കിലും എല്ലാം കൊണ്ടും നമ്മൾ ഒരുങ്ങി തയ്യാറായിക്കോ. പവിത്രമാക്കപ്പെട്ട പോരിശേറിയ റമളാനിനെ വരവേൽക്കാൻ, സ്വാഗതം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കുറേ ആയി നമ്മുടെ മജ്‌ലിസിലായിട്ട്, നമ്മുടെ മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ധാരാളം സഹോദരന്മാരുണ്ട്, എൻ്റെ സഹോദരിമാരുണ്ട്, എൻ്റെ ഉമ്മമാരുണ്ട്. അവരൊക്കെ ഹൃദയത്തിലാണ് മുത്തുകുഞ്ഞുങ്ങളെ, എൻ്റെ ഈ ഹൃദയത്തിലാണ്. അവർക്ക് വേണ്ടിയാണ് എപ്പോഴും മജ്‌ലിസിലും ദുആഇന്റെ മജ്‌ലിസിലേക്ക് പുറത്തു പോയാലും അവിടുത്തെ ദുആവും നമ്മുടെ മജ്‌ലിസിന് ഇഷ്ടം വെക്കുന്നവർക്കാണ്. സിയാറത്ത് കേന്ദ്രങ്ങളിലും നമ്മുടെ മജ്‌ലിസിന് ഇഷ്ടം വെക്കുന്നവർക്കാണ് എൻ്റെ ദുആ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട ദിവസം ഇന്നത്തെ പകല് വലിയ മഹത്തുള്ള പകലാണ്. ചൊല്ലിക്കോളി, ധാരാളം ദിക്ർ അധികരിപ്പിച്ചോളി. നമ്മൾ മജ്‌ലിസിലേക്ക് കടക്കാണ്. സ്വലാത്തുകൾ അധികരിപ്പിച്ചോളി. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ദുആ വസിയത്തുകൾ, കാരണം കുറേ 4-5 ദിവസമായല്ലോ നമ്മളെ മജ്‌ലിസ് ഉണ്ടായിട്ട്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തർ ഇന്നത്തെ മജ്‌ലിസ് അറിയിക്കാം. നാളത്തെ മജ്‌ലിസ് ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എടുക്കാനും മജ്‌ലിസിൽ പങ്കെടുക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നാളത്തെ മജ്‌ലിസ്, അങ്ങനെയുള്ള മജ്‌ലിസ് ഈ റമളാനിൽ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നമ്മളെ മജ്‌ലിസ് ഉണ്ടാകും. അല്ലാഹു പങ്കെടുക്കാനും മജ്‌ലിസിൽ ഇരിക്കാനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്‌ലിസിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി കൂട്ടമായി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الديما والسلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الحند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة
سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحث الزمن الليل كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيم مدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണമല്ലോ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ. ജീവിതത്തിൽ ഖൈർ നൽകണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണമല്ലോ. ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ തീർത്ത് നൽകണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ, നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു
لا إله إلا الله 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 അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ് ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അല്ലാഹുവരുടെ ഖബറിടം നീ പ്രകാശിപ്പിക്കണം അല്ലാഹ് നീ പ്രകാശിപ്പിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ് നീ മർഹമത്ത് കൊടുക്കണം അല്ലാഹ് അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണ് അല്ലാഹ് ഞങ്ങളും മൗത്താകും അല്ലാഹ് അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണം അല്ലാഹ് ഖബറിൽ രക്ഷ നൽകണം അല്ലാഹ് നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണം അല്ലാഹ് ഖബറിൽ നൽകണം അല്ലാഹ് ഖബറിൽ നൽകണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം 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 അർഹമുറാഹിമീനായ രാജാ
രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹുവേ നീ ഖബൂലാക്കണം ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല നീ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണല്ലോ ജീവിത വിജയികളിൽ ചേർക്കണല്ലോ കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലോ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ ലക്ഷക്കണക്കിന് കടമുള്ളവര് കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ അതിന്റെ ത്വരീക്ക് നീ എളുപ്പമാക്കി കൊടുക്കണല്ലോ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ 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 അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം അർഹമർ റഹീമിനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ' നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹു ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق
والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا
سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ് നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ് ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ് നീ വെറുതെയാക്കല്ല അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറേ ദുആ വസിയത്തുകളുണ്ട് നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ധാരാളം ആളുകളാണ് ആ കമന്റ് സെക്ഷനിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവരെല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കണം അല്ലാഹ് നീ ഹാസിലാക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളി ഈ ഒരു സമയം നിങ്ങൾ പ്രതീക്ഷിച്ചോളി നമ്മുടെ മജ്ലിസ് ഉടനെ നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തും എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവാനും മജ്ലിസ് എടുക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആമീൻ പറയും ദുആയിലേക്ക് കടക്കാം കുറേ ആളുകൾ ഹൃദയത്തിൽ കരുതിയവർ ദുആ വസിയത്തുകൾ മനസ്സിൽ കരുതിയവർ എല്ലാവരും ആ ഒരു നിയ്യത്തോടുകൂടി നിങ്ങളുടെ മുറാദ് എന്താണോ അത് ഹാസിലാവണം ആ ഒരു നിയ്യത്തോടുകൂടി ഇരുന്നോളി ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ آمين الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا رحمن يا الله يا
ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير يا ودود يا ودود يا ودود يا الله أرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് അർഹമർ റഹീമീനായ തമ്പുരാനെ അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ് ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ് ഉത്തരം നൽകണേ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ധാരാളം മുറാദുകൾ അവർ തങ്ങളെ ദുആ ചെയ്യണേ മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ് നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ് അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ് ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ് അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ് എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ് മക്കളെ നന്നാക്കണേ അല്ലാഹ് റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ് ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ് മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ് നീ കൊടുക്കല്ലേ അല്ലാഹ് റൗഡികളാക്കല്ലേ അല്ലാഹ് തമ്മാടികളാക്കല്ലേ അല്ലാഹ് വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് കടമാണ് തങ്ങളെ വലിയ പ്രയാസത്തിലാണ് തങ്ങളെ ലക്ഷക്കണക്കിന് കടമുണ്ട് കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ് അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് അല്ലാഹു
ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഖൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാൻ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യ
ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹസിലാക്കണം അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാ, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണം അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണല്ലോ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ, ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണല്ലോ, വിശാല നൽകണല്ലോ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ, നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ദുൽമിൽ സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. السلام عليكم ورحمة الله.